Hello, I'm Hasna. Welcome to my channel. Today we are dealing with second chapter of fifth module. Okay, so this is the last chapter we are dealing with. This is called Instruction Session Planning and Implementation. Okay, Instruction Session Planning എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ആ ഒരു സെഷൻ്റെ ഒരു പ്ലാനിങ്, അത് പിന്നെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു പീരീഡിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആദ്യം ഒരു പ്ലാനിങ്. ഓക്കെ, സോ അതിൽ ഇൻട്രോയിൽ എത്ര കാര്യങ്ങൾ പറയണം, കണ്ടന്റ് സമയത്ത് എത്ര കാര്യങ്ങൾ പറയണം, കൺക്ലൂഷനിൽ എത്ര പറയണം, അവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഏതൊക്കെ ഒരു ഓർഡറിലാണ് പറയേണ്ടത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാനിങ്സ് ഉണ്ട്. ഓക്കെ, ലെസൺ പ്ലാനൊക്കെ പോലെ ഇൻസ്ട്രക്ഷൻ സെഷൻ പ്ലാൻ. ഓക്കെ, സോ നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ പ്ലാനിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് ലെസൺ പ്ലാൻ എന്നും പറയും. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോപ്പർ ആൻഡ് ലോജിക്കൽ പ്ലാനിങ് ഓഫ് ടീച്ചിങ്. നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു പ്ലാനിങ് ആണത്. ഓക്കെ, പ്രോപ്പറായിട്ട് ആ ഒരു സംഭവം നമ്മൾ നടത്തുന്നു, പ്ലാനിങ് നടത്തുന്നു. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ദ ഇൻറ്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ് ഇൻ ക്ലാസ് റൂം. നമ്മൾ എന്താണോ അവരിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്, അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ ലാബിലായാലും സിമിലർ സിറ്റുവേഷൻസിലൊക്കെ ആയാലും. ഓക്കെ, ഒരു ഗുഡ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചറിനെ സഹായിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റേ ഇൻ കൺട്രോൾ. ഓക്കെ, നമ്മൾ ആ ഒരു കൺട്രോളിൽ തന്നെ സ്റ്റേ ചെയ്തു പോകാൻ, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്ലാനിങ് ആൻസേഴ്സ് 3 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 3 കാര്യങ്ങൾക്കാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പ്ലാൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ആ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഗിവ്സ് ദ ടീച്ചർ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ പറ്റി പഠിപ്പിക്കാൻ പോവുക. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ടു ടീച്ച് അബൌട്ട് ദ കൺസെപ്റ്റ് കോൾഡ് ഫെമിനിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെമിനിസം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ടേമുമായിട്ട് ഫെമിലിയാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് പറയും. പിന്നെ ആ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവകാശം, പണ്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം എങ്ങനെയാണുള്ളത്, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങോട് കൂടിയും വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ആദ്യം എന്ത് പറയണം, പിന്നെ എന്ത് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ദ പ്ലാൻ ഈസ് എ റിട്ടൺ റെക്കോർഡ് ഓഫ് all instructional decisions. Okay, അത് നമ്മൾ എഴുതി വെക്കുകയും ചെയ്യും. Then phases of an instructional session 45 to 60 minutes ആണ് ഒരു ഇൻസ്ട്രക്ഷണൽ സെഷൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. 3 മെയിൻ ഫേസസ് ഉണ്ട്. അതായത് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഫേസ്, രണ്ടാമത്തേത് ഡെവലപ്മെന്റൽ ഫേസ്, ദെൻ സമ്മറൈസേഷൻ ഫേസ്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഗാഗിൻ്റെ നമ്മൾ 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണിത്. അതായത് നമ്മൾ അവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നു. അതായത് നമ്മൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ഒരു റെലവൻസ് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ സെറ്റിംഗ് ടാർഗറ്റ്സ്, എന്നിട്ട് അവരോട് പറയുന്നു ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ലേണിംഗ് ഔട്ട്കംസ്. അത് കോഗ്നിറ്റീവ് ആവാം, സൈക്കോമോട്ടർ ആവാം, എഫക്റ്റീവ് ആവാം. അതെന്താണോ നിങ്ങളിലേക്ക് എത്തേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം, ആ ഒരു ടാർഗറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നു. ദെൻ റീകോൾ ഓഫ് പ്രീ റിക്വിസിറ്റ് നോളജ്, അതായത് ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതും നമ്മളവിടെ നോക്കുന്നുണ്ട്. സോ ലിങ്ക് ടു പ്രീവിയസ് ലെസൺസ്, നമ്മൾ ചിലപ്പോൾ പഴയ ലെസൺസിലും അത് പഠിച്ചിട്ടുണ്ടാകും. സോ അതൊക്കെ ഒന്ന് ഇവോക്ക് ചെയ്യുക. സോ അബൌട്ട് 10% ഓഫ് ദ സെഷൻ, അതായത് 45 മിനിറ്റ് ആണ് ഉള്ളത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഇൻട്രോ ആയിരിക്കും, അല്ലേ, 10 to 15 മിനിറ്റ്. ഓക്കെ, സോ പിന്നെ വരുന്നത് ഡെവലപ്മെന്റ് ഫേസ് ആണ്. ഇതിൽ നമ്മൾ ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുന്നു, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾസ്, ചിലപ്പോൾ ഫിഗേഴ്സ് കാണിച്ചു കൊടുക്കുന്നു, വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ റീഇൻഫോഴ്സിങ് കറക്റ്റ് റെസ്പോൺസസ് വിത്ത് മോർ ഇൻഫർമേഷൻ. അവർ എന്തെങ്കിലും കറക്റ്റ് റെസ്പോൺസ് ചെയ്താൽ അതിന് കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്ത്
കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻ അവരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഒരു 75% ഓഫ് ദ സെഷൻ അവിടെയാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ടൈം അവിടെയാണെന്ന് പറയാം. ഓക്കെ, ദെൻ സമ്മറൈസേഷൻ ഫേസ്, നമ്മൾ ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാണ് അവിടെ. നമ്മൾ കുട്ടികളുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. ദെൻ ഒരു പ്രാക്ടീസ് സെഷനും കൂടി കൊടുക്കും. നമ്മൾ എന്താണോ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവരെ കൊണ്ട് ചെയ്യിക്കാനും. സജസ്റ്റിംഗ് ഫർദർ റീഡിംഗ് ഫോർ റിട്ടൻഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. സോ ഒരു 15% ഓഫ് ടൈമാണ് ആ ഒരു ഇതിന് വേണ്ടി. അവസാനത്തെ ഒരു 10 മിനിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എന്ന് എടുക്കാം. ഓക്കെ, സോ അതവിടെ കഴിഞ്ഞു. ഇതാണ് 3 ഫേസസ് വരുന്നത്: ഇൻട്രൊഡക്ഷൻ, ഡെവലപ്മെന്റൽ ഫേസ്, സമ്മറൈസേഷൻ ഫേസ്. സോ സ്റ്റെപ്സ് ഇൻ ഇൻട്രൊഡക്ഷണൽ സെഷൻ പ്ലാനിങ്. ഓക്കെ, അതിലുള്ള ആ ഒരു സെഷൻ പ്ലാനിങ്ങിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ പ്രിലിമിനറി സ്റ്റെപ്സും ഉണ്ട്, മെയിൻ സ്റ്റെപ്സും ഉണ്ട്, ഫൈനൽ സ്റ്റെപ്സും ഉണ്ട്. ഓക്കെ, ഇതിൽ പ്രിലിമിനറി സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന് എന്തൊക്കെയാണ് കുട്ടികളിൽ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലേണിംഗ് ഔട്ട്കം അത് എഴുതി വെക്കുന്നു. ദെൻ ഐഡന്റിഫൈ എൻട്രി ലെവൽ നോളജ്. നമ്മളത് അവർക്ക് ഓൾറെഡി അതിനെപ്പറ്റി അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അതിനെ പറ്റി സ്യൂട്ടബിൾ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഗ്യാദർ റെലവൻറ്റ് ഇൻഫർമേഷൻ. നമുക്കതിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഗ്യാദർ ചെയ്യുന്നു. ഓക്കെ, ഇതിനുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം, കുട്ടികളുടെ ലെവലിനും എക്സ്പീരിയൻസിനും വെച്ചിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. പിന്നെ അതുപോലെ ലേണിങ്ങിന് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറ്റുക. ദെൻ റെഡ്യൂസ് റിജക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ സ്റ്റുഡൻസ്. നമ്മൾ ഒരു സാധനം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഇതിനെപ്പറ്റി ടീച്ചർക്ക് തന്നെ വല്ല ധാരണ അല്ല എന്നുള്ളൊരു തോട്ട് വരരുത് ടീച്ചർക്ക്, സ്റ്റുഡൻസിന്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റിഡ്യൂസ് ദ റിജക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ സ്റ്റുഡൻസ്, അങ്ങനെ ഒരു തോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അതിനെ പറ്റിയിട്ടൊന്ന് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻ സ്റ്റെപ്സിലേക്ക് കടക്കുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മെത്തേഡ്, നമ്മൾ ഏത് മെത്തേഡിലാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ദെൻ ഐഡന്റിഫൈ ദ അറേഞ്ച് ടീച്ചിങ് പോയിന്റ്സ് ഇൻ ലോജിക്കൽ സീക്വൻസ്. നമുക്ക് ഏതൊക്കെ സീക്വൻസിലാണ് ആ ഓർഡറിൽ നമ്മൾ പഠിപ്പിക്കുന്നു. ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അസസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ റൂൾസ് ഇങ്ങനെയാണ്. ആദ്യം അറിയുന്നതിൽ നിന്ന് അറിയാത്തത് പഠിപ്പിക്കണം. സിമ്പിൾ ടു കോംപ്ലക്സ് നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്, സെയിം സാധനം. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, പെർട്ടിക്കുലർ ടു ജനറൽ, ഒബ്സർവേഷൻ ടു റീസണിങ്. ദെൻ ചില കാര്യങ്ങളിൽ ആദ്യം വലുത് പഠിച്ചിട്ട് അതിലെ ചെറിയ പാർട്സ് പഠിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയ പാർട്സ് പഠിപ്പിച്ചിട്ട് വലുതിലേക്ക് കിടക്കേണ്ടി വരും, അങ്ങനെ വേണ്ടി വരും. ദെൻ ആക്ടിവിറ്റീസ് ഷുഡ് ബി റിലേറ്റഡ് ടു ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കത്തിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം കൊടുക്കാൻ. പിന്നെ അത് വ്യത്യസ്തമായിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, കുട്ടികളുടെ ലെവലിനനുസരിച്ചുള്ളതായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ അസസ്മെന്റ് ഷുഡ് മാച്ച് ദ ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കത്തിനെ മാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കണം. അതായത് ലേണിംഗ് ഔട്ട്കം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു എക്സാം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റെപ്സ് വരുന്നത് ഒരു റിട്ടൺ സെഷൻ പ്ലാന് നമ്മൾ എഴുതി വെക്കുക, പ്രിപ്പയർ ചെയ്യാം. പിന്നെ മീഡിയ, ഹാൻഡ് ഔട്ട്സ്, അസൈൻമെന്റ് അതൊക്കെ പ്രിപ്പയർ ചെയ്യാം. ദെൻ അറേഞ്ച് ആൻഡ് ചെക്ക് ഫിസിക്കൽ റിസോഴ്സസും നമുക്ക് അറേഞ്ച് ചെയ്യണം. ദെൻ മെത്തേഡ്സും സ്ട്രാറ്റജീസ് ഒക്കെ ഏത് വിധത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യാതെ ദെൻ സെഷന് ഡെലിവർ ചെയ്യുക. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. സോ ഈ ഒരു സ്റ്റെപ്സ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽസിനെ നമ്മൾ അടുക്കും ചിട്ടയിലും ഒന്ന് ഓർഗനൈസ് ചെയ്യാനും പിന്നെ അതുപോലെ ലേണിംഗ് എൻവയോൺമെൻറ്റും ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ ഓഫ് സെഷൻ പ്ലാൻ. ഇനി നമ്മൾ ആ ഒരു സെഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിലെ മെയിൻ എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ആ ഒരു ഗുഡ് സെഷനിൽ അതിൻ്റെ ടോപ്പിക് എന്താണെന്നുണ്ടാവും, ലേണിംഗ് ഔട്ട്കം എന്താണെന്നുണ്ടാവും, സീക്വൻസ് ഓഫ് കീ ടീച്ചിങ് പോയിന്റ്, നമ്മൾ പഠിപ്പിക്കേണ്ട ഓരോ പോയിന്റ്സ് ആയിട്ട് ഒരു സീക്വൻസിൽ എഴുതിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഇത് വേണം, പിന്നത് വേണം, പിന്നത് വേണം എന്നുള്ളത്. ദെൻ സ്റ്റുഡൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ടൈം, എൻട്രി നോളജ് എല്ലാം വേണം. ദെൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡും സ്ട്രാറ്റജിയും അതിൽ വേണം. മീഡിയ ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് യൂസ് ചെയ്യേണ്ടി വരും, PPT യൂസ് ചെയ്യേണ്ടി വരും, വിഷ്വൽസ് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ്, ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. ദെൻ ടൈം ഡിവൈഡഡ് ആസ് ഇൻട്രൊഡക്ഷന് 10%, ഡെവലപ്മെൻറ്റ് ആ ഒരു കണ്ടന്റ് പറയാൻ
75% വേണം. ദെൻ കൺസോളിഡേഷൻ, അതായത് കൺക്ലൂഷൻ ടൈം ഒരു 15 മിനിറ്റ്സ്. ഓക്കെ, സോ ഇതൊരു സാമ്പിൾ സെഷൻ പ്ലാൻ്റെ ഫോർമാറ്റാണ്. ഇതൊന്ന് നോക്കി വെക്കുക. ടീച്ചറുടെ പേര്, പ്രോഗ്രാമിൻ്റെ പേര്, സെമസ്റ്റർ, കോഴ്സ് കോഡ്, നെയിം, കോഴ്സിൻ്റെ ഔട്ട്കം, യൂണിറ്റ് ആൻഡ് സബ് ടോപ്പിക്, ഡ്യൂറേഷന്, ഒരു സമയം എത്ര മിനിറ്റാണ് പീരീഡ് എന്നുള്ളതായിരിക്കാം. ദെൻ പാർട്ടിസിപ്പൻസ്, സെഷൻ പ്ലാനിങ് ഔട്ട്കംസ്, എൻട്രി ലെവൽ നോളജ്, എക്യുപ്മെൻറ്റ് റിക്വയർഡ്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തത് എന്നുള്ളത്, പിന്നെ ഇൻസ്ട്രക്ഷണൽ മീഡിയ അവൈലബിൾ ആയത്, ദെൻ ടു ബി പ്രിപ്പയറിനും പ്രിപ്പയർ ആവാനുള്ളത്. ഓക്കെ, ദെൻ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ആൻഡ് മെത്തേഡ് ടു ബി യൂസ്ഡ് ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ഫോളോയിങ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിലായിരിക്കണം നമ്മുടെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി മെത്തേഡും ഒക്കെ യൂസ് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ, അതിൽ ടീച്ചേഴ്സിൻ്റെ ആക്ടിവിറ്റി എന്താണ്, സ്റ്റുഡൻറ്റിൻ്റെ ആക്ടിവിറ്റി എന്താണ്, അതിൽ മീഡിയ ഏതാണ് യൂസ് ചെയ്തത്. പിന്നെ ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ ആ ഒരു 6ാമത്തെ മിനിറ്റിൽ ഓരോ ടീച്ചിങ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി അവസാനം നമ്മൾ കൺസോളിഡേഷൻ ഫേസിലെത്തുന്നുണ്ട്. അവിടെ ഒരു 1 മിനിറ്റ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഏതായാലും 60 മിനിറ്റിൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെഷൻ പ്ലാനിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് ഇത് കൊടുത്തത്. എങ്ങനെയാണ് നമ്മൾ ഓരോ സമയം എന്ത് ചെയ്യേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത്. ആദ്യത്തെ 5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ, പിന്നെ വരുന്ന ഒരു 75% ഓഫ് ടൈം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. കൺക്ലൂഷൻ ഒരു 5 മിനിറ്റ്, ഓക്കെ, അല്ല 15 മിനിറ്റ്സ്. 15% എന്നാണ് നമ്മൾ കൺസോളിഡേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണോ ടൈം പറഞ്ഞിരിക്കുന്നത് അതിനൊരു 15% നമ്മൾ കൺക്ലൂഷൻ യൂസ് ചെയ്യണം എന്നാണ്. ടോട്ടൽ ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 16 മിനിറ്റ്സ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. 45 മിനിറ്റ്സും ആവാം. ഓക്കെ, സോ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ സെഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സെഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് സെഷൻ എന്നും പറയും. ഇത് ടീച്ചറിനെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കും. പിന്നെ അതുപോലെ സൈമുലേറ്റഡ് ക്ലാസ് റൂമിൽ അവരുടെ കൊളീഗ്സ് അല്ലെങ്കിൽ പിയേഴ്സുമായിട്ട് അത് അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സസ്, നമുക്കുള്ള റിസോഴ്സസും നമ്മളെ ടൈം, ആ ഒരു പീരീഡിന്റെ ടൈമും വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റണം, അതിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതാവണം. ദെൻ പ്രസന്റേഷൻ ഷുഡ് ബി വീഡിയോ റെക്കോർഡഡ് ഫോർ സെൽഫ് റിവ്യൂ. നമുക്ക് തന്നെ ഒരു സെൽഫ് റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാം. ദെൻ ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ പിയേഴ്സിൻ്റെ അടുത്തുനിന്ന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് എല്ലാം വാങ്ങാം. പിന്നെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനും അത് യൂസ് ആക്കാം. പിന്നെ അതുപോലെ ഫീഡ്ബാക്ക് ഈസ് ഫോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഫീഡ്ബാക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ തന്നെ ഒരു ഇംപ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടും നമ്മുടെ പ്രൊഫഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ സെഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെഷൻ പ്ലാനിങ്ങും ലെസൺ പ്ലാനും ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഇംപ്രൂവ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക്. നമ്മൾ ആ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു മനസ്സിലാക്കൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബോധം നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഹെൽപ്സ് ഇൻ ബെറ്റർ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മീഡിയ. നമുക്ക് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ആ ഒരു കാര്യം യൂസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽസ് വേണ്ടി വരും, മീഡിയ വേണ്ടി വരും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ദെൻ ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഒന്ന് മെച്ചപ്പെടുത്താനും നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഇറ്റ് ലീഡ്സ് ടു കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് ടീച്ചർ. നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തും അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ these are the points. Thank you so much for supporting me. This was my first experience in YouTube. So ഈ ഒരു എല്ലാ മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന സെഷനിൽ ഇതിൻ്റെ PYQs അല്ലെങ്കിൽ MCQs ചെയ്യണം എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഇതിൻ്റെ PPT ഫയൽ ആവശ്യമുണ്ടെങ്കിൽ you can join in my Telegram group, which is the link will be available in the comment section. So thank you.